എന്നും ത്രസിച്ച മണ്ണാണ് ആലപ്പുഴ മണ്ണ്. അത് പുന്നപ്ര വിലർന്ന മണ്ണാണ്. ആ മണ്ണിൽ നിന്നാണ് പുതിയ ഊർജ്ജം ആവാഹിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ സമൂഹ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലേക്കും അത് മൂന്നിയിട്ടുള്ളത്. ആ സമ്മേളനത്തിൻ്റെ ആദ്യാവസാനം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ജനങ്ങൾക്ക് പാർട്ടിയെ പറ്റിയുള്ള പ്രതീക്ഷ എന്താണെന്ന് ആലപ്പുഴ വിളിച്ചു പറഞ്ഞു. പാർട്ടി സമ്മേളനത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചത് 3-4 മാസം മുമ്പാണ്. ആദ്യം ചെയ്ത കാര്യം എല്ലാ പാർട്ടി മെമ്പർമാരുടെയും വീടുകളിൽ ഒരു കുണ്ടിക വെച്ചു. ആ കുണ്ടിക വയ്ക്കുമ്പോൾ എല്ലാവർക്കും സംശയമായിരുന്നു അത് വിജയിക്കുമോ എന്ന്. പാർട്ടി മെമ്പർമാരുടെ കുടുംബാംഗങ്ങളെല്ലാം ആ കുണ്ടിക വഴി പാർട്ടി സമ്മേളനത്തെ സ്വന്തമായി ഏറ്റെടുത്തു. അവിടുത്തെ എല്ലാവരും, കുഞ്ഞുകുട്ടികളും അടക്കം എല്ലാവരും ആകാവുന്ന പോലെ സംഖ്യകൾ ആ കുണ്ടികയിലേക്ക് എന്നും വിട്ടു. സാമാന്യം വലിയ സംഖ്യ അതിലൂടെ മാത്രം പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി കിട്ടിയെന്ന് സഖാക്കൾ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കിയത് പാർട്ടിയോട് അവർക്കുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബങ്ങൾക്ക് മാത്രമല്ല, മെമ്പർമാർക്കും അനുഭാവികൾക്ക് മാത്രമുള്ളതല്ല. ആ പ്രതീക്ഷ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ അനുബന്ധ പരിപാടികൾ അത് പലതുണ്ടായിരുന്നു. എല്ലാത്തിലും ഉള്ള ജനപങ്കാളിത്തം ആവേശകരമായിരുന്നു. മാവേലിക്കരയിലെ ഒരു വലിയ സെമിനാർ, അതിൽ പങ്കെടുത്തത് ജസ്റ്റിസ് ചന്ദ്രുവായിരുന്നു. ഹരിപ്പാട്ടെ ഒരു വലിയ സംഗീത സെമിനാർ, അതിൽ ടി എം കൃഷ്ണയാണ് പങ്കെടുത്തത്. ഇതുപോലെ ഇന്ത്യ അറിയുന്ന പ്രതിഭാശാലികളായ മനുഷ്യർ ഇടപെട്ടുകൊണ്ട് അതാത് വിഷയങ്ങളിലെ വളർച്ചകളും സംഭവങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സെമിനാറുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾക്കുള്ള അംഗീകാരം കണക്കെ എല്ലായിടത്തും മാനിക്കപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്ന കാര്യം ജനങ്ങളുടെ പങ്കാളിത്തമാണ്. സമ്മേളനത്തിൻ്റെ ഭാഗമായി ഓണത്തിന് മുമ്പ് തന്നെ ആലപ്പുഴയിലെ ബീച്ചിൽ പ്രദർശന നഗരി ഒരുങ്ങി. ആ പ്രദർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം, ആലപ്പുഴയുടെ ചരിത്രം, അതോടൊപ്പം ഗാസയിലെ ഇന്നത്തെ നിഴൽചിത്രങ്ങൾ, അത് നടത്തിയത് പ്രസ് അക്കാദമിയുടെ കൂടി സഹകരണത്തോടുകൂടിയായിരുന്നു. ഗാസയുടെ കണ്ണുനീർ. പക്ഷേ എല്ലാ തരത്തിലും പറയട്ടെ, ആ ഒരു നഗരിയിലേക്ക് പകൽ ഭേദമന്യേ വൈകുന്നേരം പ്രദർശനശാല അടയ്ക്കുന്നത് വരെയും ജനങ്ങൾ ആയിരക്കണക്കിന് ഒഴുകിയെത്തി. അവിടുത്തെ വ്യാപാര സ്റ്റാളുകൾ കാണാൻ മാത്രമല്ല വന്നത്, അവിടുത്തെ ഫുഡ് കോർട്ടിലേക്ക് മാത്രമല്ല വന്നത്, അവിടെ എല്ലാം തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അധികം ആളുകൾ സന്ദർശിച്ചത് പാർട്ടി ചരിത്രം പരാമർശിക്കുന്ന ആ എക്സിബിഷൻ കാണാൻ വേണ്ടിയായിരുന്നു. ഗാസയിലെ ഇന്നത്തെ യാഥാർത്ഥ്യം കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്ത സമ്മേളനമായിട്ട് സമ്മേളനം മാറി. ആ സമ്മേളനത്തെ ഒറ്റ വാചകത്തിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഐക്യത്തിൻ്റെ സമ്മേളനം. പാർട്ടിയെ അടിമുടി തെളിയുന്ന ഒരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസം. അതിൻ്റെ സമ്മേളനം. മുന്നോട്ട് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് എല്ലാവരെയും അറിയിക്കുന്ന സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ വിജയത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സാങ്കല്പികമായി എന്തെല്ലാമോ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്ന് എഴുത്തിത്തർക്കാനായി ഓവർ ടൈം പാടുപെട്ട എല്ലാ മാധ്യമപ്രവർത്തകരുടെയും വായടഞ്ഞു പോയി കാണും. അവരെല്ലാം കണ്ടതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നീങ്ങിയത്. അവരെല്ലാം കണക്ക് കൂട്ടി പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും പാടെ പൊളിഞ്ഞു വീണു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഐക്യത്തിൻ്റെ പാർട്ടിയായിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ജനങ്ങളുടെ പ്രതീക്ഷയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അടിമുടിയുള്ള സമ്പൂർണ്ണമായ ഐക്യത്തിൻ്റെ സമ്മേളനമായിട്ട് സമ്മേളനം മാറി. ആ സമ്മേളനം പാർട്ടിയോട് പറഞ്ഞു, കേരളത്തിൻ്റെ വളർച്ചയിൽ ഇടപെടാൻ ഇന്നുള്ളതിനേക്കാളും വേറെ പാർട്ടിക്ക് സാധിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനായിട്ട് ശക്തിപ്പെടണം. പാർട്ടി സ്വയം ശക്തിപ്പെടണം. ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടണം. ഇടതുപക്ഷ ജനാധിപത്യ ബദലിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ശക്തിപ്പെടണം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വഹിക്കേണ്ട പങ്ക് വഹിക്കാൻ തയ്യാറായി മുന്നിട്ടിറങ്ങണം. ഇതാണ് ആലപ്പുഴയുടെ ആഹ്വാനം. അതോടൊപ്പം
കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്താണ് ഭാവിയിലെ വഴി? 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ച മുന്നേറ്റമാണത്. കാർഷിക ബന്ധങ്ങളിലെ മാറ്റം, ഭൂബന്ധങ്ങളിലെ മാറ്റം. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ഐക്യകേരളത്തിൽ നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അന്ന് അച്യുതമേനോൻ കൺവീനറായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോയുടെ തലക്കെട്ട് തന്നെ ഐശ്വര്യപൂർണ്ണമായ കേരളം കെട്ടിപ്പടുക്കാനെന്നായിരുന്നു. അതിൽ 57 ഗവൺമെൻറ് ആരംഭിച്ച് വെച്ച പ്രക്രിയയായിരുന്നു കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിച്ചു. ഒരാളെയും ഒരു ജന്മിക്കും ഇവിടെ കുടിയിറക്കാൻ പാടില്ല. വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ ആ ഗവൺമെൻറ് ആരംഭം കുറിച്ച മാറ്റങ്ങൾക്ക്. തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല. മുതലാളിക്ക് വേണ്ടിയുള്ള മർദ്ദക സേനയായിട്ട് പോലീസ് മാറാൻ പാടില്ല. തൊഴിൽ സമരങ്ങൾ പോലീസിൻ്റെ കാര്യമല്ല എന്ന് പ്രഖ്യാപിച്ചു 57 ഗവൺമെൻറ്. അന്നോളമുള്ള എല്ലാ കമ്മിറ്റികളിൽ നിന്നും മാറി സഞ്ചരിക്കാൻ തയ്യാറാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ വരവ് അന്ന് കേരളം നോക്കി നിന്നു. ആ ഗവൺമെൻറ് പോയെങ്കിൽ പോലും ആ രാഷ്ട്രീയം പോയില്ല. പിന്നീട് 67 ഗവൺമെൻറ് അത് മുന്നോട്ട് ശ്രമിച്ചു. പക്ഷേ ആ ദൗത്യം പൂർത്തിയായത് 70 ജനുവരി മാസം 1-ാം തീയതിയാണ്. സഖാവ് അച്യുതമേനോൻ ഗവൺമെൻറ് അത് പൂർത്തിയാക്കി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജന്മത്വത്തിൻ്റെ തായ് വേര് അറുത്ത് മാറ്റിക്കൊണ്ട് കേരളം പറഞ്ഞു ഇവിടെ ഇനി ജന്മത്വം ഇല്ല എന്ന് പറഞ്ഞു. സാമൂഹിക വികാസത്തിൻ്റെ യാത്രയിലെ ഒരു വലിയ ചുവടുവയ്പ്പായിരുന്നു അത്. നമ്മളത് പൂർത്തിയാക്കി. 70 ഗവൺമെൻറ്, 71 ഗവൺമെൻറ്, 77 വരെ ഭരിച്ച അച്യുതമേനോൻ ഗവൺമെൻറ് കേരളത്തിൽ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ നാഴികക്കല്ലായി പറയേണ്ടുന്ന ഒരുപാട് മഹത്തായ സ്ഥാപനങ്ങൾക്ക് ആരംഭം കുറിച്ചു. അത് ഇടുക്കി പദ്ധതി പൂർത്തീകരിച്ചു. ആ ഗവൺമെൻറ് ലക്ഷംവീടുകൾ കെട്ടിപ്പടുത്തു. ആ ഗവൺമെൻറ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റത്തിൻ്റെ ആരംഭം കുറിച്ചു. ഇടുക്കി പദ്ധതി പൂർത്തിയാക്കിയ അതേ ഗവൺമെൻറ് തന്നെയാണ് കേരളത്തിലെ കാർഷിക സർവകലാശാലയ്ക്ക് ആരംഭം കുറിച്ചത്. കാർഷിക സർവകലാശാല, കൊച്ചി ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളും, ശ്രീചിത്ര മെഡിക്കൽ സെൻറ്റർ, CWRDM, CDS തുടങ്ങിയിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ, എണ്ണിപ്പറയാൻ 61 മഹത്തായ സ്ഥാപനങ്ങൾ. പിൽക്കാല കേരളത്തിൻ്റെ വളർച്ചയിൽ അവയെല്ലാം പ്രകാശം പൊഴിക്കുന്ന വഴികാട്ടുകളായ ഗോപുരങ്ങളായി മാറിയെന്ന കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. അതെല്ലാം ഇവിടെ പൂർത്തിയാക്കി. പിന്നെ വന്ന എല്ലാ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളും, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നയിച്ച എല്ലാ ഗവൺമെൻറ്റുകളും, സഖാവ് VMS, സഖാവ് അച്യുതമേനോൻ, സഖാവ് PKV, സഖാവ് നയനാർ, സഖാവ് അച്യുതാനന്ദൻ, സഖാവ് പിണറായി വിജയൻ, അവരെല്ലാം നയിച്ച ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെല്ലാം സഞ്ചരിച്ച പാത ആ പാതയാണ്. ഇവിടെ പക്ഷേ യാത്ര അവസാനിക്കുന്നില്ല. മുമ്പോട്ടങ്ങനെ പോകണം. പുതിയ കേരളം എന്ന് പറഞ്ഞാൽ പുതിയ ഇന്ത്യകളെ ഒരു വലിയ ദൗത്യം നിർവഹിക്കാനുള്ള കേന്ദ്രമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്. വലതുപക്ഷത്തിൻ്റെ വികസന മാതൃകയുടെ അതേ പാതയെ വർഗീയ മതത്തിൻ്റെ വഴിയിലൂടെ പിൻപറ്റുന്ന മോദി ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ യാത്രയിൽ വികസനം എന്നാൽ പണം മാത്രമാണ്, പണക്കാർ മാത്രമാണ്, കമ്പോളമാണ് അതിൻ്റെ എല്ലാ നിയമങ്ങളെയും നീതിയും നിർവചിക്കുന്നത്. അതല്ല ശരിയായ വികസനം. മനുഷ്യൻ്റെ വികസനം എന്താണ്? മനുഷ്യന് വേണ്ടിയുള്ള വികസനം എന്താണ്? ആ വികസനത്തിൻ്റെ സമീപനം എങ്ങനെയാണ് പ്രകൃതിയോട്? ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ട്. ഇടതുപക്ഷ വികസന കാഴ്ചപ്പാടിൻ്റെ അടിത്തറമേലൂന്നി ഭാവി കേരളത്തിൻ്റെ വളർച്ചയെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതേപ്പറ്റി സംസ്ഥാന സമ്മേളനം പുതിയ സ്റ്റേറ്റ് കൗൺസിലിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അച്യുതമേനോൻ ഫൗണ്ടേഷനുമായി ചേർന്ന് കേരളത്തിൻ്റെ വികസന പന്ഥാവുകളെ പറ്റിയുള്ള ഒരു ഗൗരവമേറിയ സെമിനാറും ഒരു പഠനം സംഘടിപ്പിക്കണം. വളരെ വേഗത്തിൽ അത് പൂർത്തിയാക്കാനുള്ള ആ മാൻഡേറ്റിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഏറ്റെടുക്കുന്നു. അങ്ങനെ നോക്കിയാൽ ആലപ്പുഴയുടെ ആഹ്വാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെല്ലാമാണെന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്ര എനിക്ക് പറയാനുള്ളത്.